നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആത്മീയ സംഗമ ഭൂമിയായി മഹാമാഘ മഹോത്സവം നടക്കുന്ന തിരുനാവായ. മഹാമാഘ മഹോത്സവത്തിനോടനുബന്ധിച്ച് ജനശതാബ്ദി എക്സ്പ്രസ് ഉൾപ്പെടെ 3 ട്രെയിനുകൾക്ക് കുറ്റിപ്പുറം സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു. തിരുവനന്തപുരം നോർത്ത് മംഗലാപുരം അന്ത്യോദയ എക്സ്പ്രസ്, കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ്, ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്കാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. ഇന്ന് വൈകിട്ട് 6:30 മുതൽ ചാത്തൻ പൂജ നടത്തപ്പെടും. കാട്ടുമാടം പ്രവീൺ നമ്പൂതിരിപ്പാടാണ് ആചാര്യൻ. കേരളത്തിന്റെ തനത് പൂജാ പദ്ധതിയാണ് ചാത്തൻ പൂജ. ക്ഷിപ്രപ്രസാദിയാണ് ചാത്തൻ. മുന്നിൽ വരുന്നവരെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ചാത്തൻ ആഗ്രഹങ്ങളെല്ലാം നടത്തിത്തരുന്നവനാണ്. എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളെ നടത്തിയെടുക്കാനും നഷ്ടപ്പെട്ടു പോയ നല്ലതായ അവസ്ഥകളെ തിരിച്ചു പിടിക്കാനും ചാത്തൻ പൂജ സഹായകമാണ്. ചിന്തിക്കുന്ന മാത്രയിൽ അനുഗ്രഹം ചൊരിയാൻ കഴിയുന്ന ചാത്തന്റെ വരലാഭത്തിനായി ലോകത്തെവിടെ നിന്നും സമർപ്പണത്തിലൂടെ ഈ പൂജകളിൽ സ്വന്തം പങ്ക് ചാത്തനു മുന്നിൽ സമർപ്പിക്കാവുന്നതാണ്. ചാത്തൻ പൂജ ഓൺലൈൻ ബുക്ക് ചെയ്യുവാനും സാധിക്കും. ഇന്നലെ രഥസപ്തമി തിഥിയായിരുന്നു. അതിനോടനുബന്ധിച്ച് ഭാരതപ്പുഴയുടെ മണൽപ്പുറത്ത് സൂര്യ നമസ്കാരം നടത്തിയ യോഗികൾ 1008 യോഗികൾ ചേർന്ന് യോഗാചരണത്തിന്റെ ഭാഗമായി നടത്തിയ 108 സൂര്യ നമസ്കാരം നിളയിൽ അത്യപൂർവമായ സൂര്യാരാധനയായി. അന്ധകാരത്തിൽ മൂടിയ പ്രപഞ്ചത്തിൽ സൂര്യൻ ഉദിച്ച ദിനമായി വിശ്വസിക്കപ്പെടുന്നു രഥസപ്തമി. നിത്യസഞ്ചാരമായതിനാൽ ഇരുന്നുള്ള ജപത്തിന് കഴിയുന്നില്ല എന്ന് സൂര്യൻ പറഞ്ഞപ്പോൾ 7 കുതിരകളെ പൂട്ടിയ രഥം സൂര്യന് ലഭിച്ചതും ഇതേ ദിവസം തന്നെയാണ്. അതുകൊണ്ട് സൂര്യാരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായ ദിനമായി ഈ തിഥിയെ കണക്കാക്കുന്നു. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന മറ്റു പൂജകൾ യക്ഷി പൂജയും ചതുരാംബിക പൂജയും ഉൾപ്പെടുന്നു. ശത്രുദോഷം നീക്കാനുള്ള യക്ഷി പൂജ രാത്രിയാണ് നടന്നത്. ആദിപരാശക്തിയുടെ ഓരോ രൂപത്തെയും അനുഗമിക്കുന്ന കാവൽ ദേവതയാണ് യക്ഷി. യക്ഷി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഭഗവതിയുടെ അനുഗ്രഹം വന്നുചേരുമെന്നാണ് വിശ്വാസം. ശത്രുദോഷങ്ങൾ, ഗൃഹദോഷങ്ങൾ, ദുർമന്ത്രവാദം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഭവനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം യക്ഷി പൂജയിൽ പങ്കെടുത്താൽ ഇല്ലാതാകും. ഈ പൂജ ബാലകൃഷ്ണപ്പയ്യയുടെ കാർമ്മികത്വത്തിലാണ് നടന്നത്. പുഴയുടെ രക്ഷയ്ക്കായി ചതുരാംബിക പൂജയും നടന്നു. പുലർച്ചെ മുതൽ നിളയിൽ ചതുരാംബിക പൂജ ആരംഭിച്ചു. ഭാരതപ്പുഴയുടെ സംരക്ഷണത്തിനായി പരശുരാമൻ പ്രതിഷ്ഠിച്ച ദിക്പാലക ദേവതകളാണ് ചതുരാംബികമാർ. ബാലാംബിക, ലോകാംബിക, ഹേമാംബിക, മൂകാംബിക എന്നിവരാണ് ചതുരാംബികമാർ എന്നറിയപ്പെടുന്നത്. ഈ ദേവതകളുടെ അനുഗ്രഹം തേടിയാണ് ചതുരാംബിക പൂജ നടത്തുന്നത്. ബാലകൃഷ്ണപ്പയ്യായിരുന്നു ഈ പൂജയുടെ ആചാര്യൻ. അവധി ദിവസമായ ഞായറാഴ്ച വിശ്വാസികളുടെ വലിയ പ്രവാഹമാണ് തിരുനാവായയിൽ കണ്ടത്. രാവിലെയും വൈകിട്ടും തിരുനാവായ ടൗണിൽ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസുകാർ പാടുപെട്ടു. താൽക്കാലിക പാലത്തിലൂടെ കർശന നിയന്ത്രണങ്ങളോടെ കുറച്ചുപേരെ വീതമാണ് പുഴയുടെ നടുക്കുള്ള യജ്ഞശാലയിലേക്ക് കടത്തിവിടുന്നത്. ഭക്തരുടെ ശ്രദ്ധയ്ക്ക് ലക്ഷ്യപൂജ നടക്കുന്ന വേദിയിൽ നിന്ന് ഭക്തജനങ്ങൾ അകലം പാലിക്കേണ്ടതാണ്.